ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ലോക്സഭാ അംഗം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസിന്റെ സൗമ്യ മുഖം തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുകയാണ്. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തെ? അതീവ ദുഃഖത്തോടു കൂടിയാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ വിയോഗ വാർത്ത അറിയുന്നത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചു വളർന്ന കുന്നത്തൂർ നിയോജകമണ്ഡലത്തിലെ ശൂരനാട് ഉൾപ്പെടുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിയാണ് ഞാൻ. എനിക്ക് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ലോക്സഭാ അംഗമായിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് വരെ അദ്ദേഹമായിരുന്നു എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത്. അടൂർ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നപ്പോഴും അതോടൊപ്പം മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നപ്പോഴും എന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായും രക്ഷാധികാരിയായും അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. കൂടാതെ അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം KPC സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം KPC പ്രസിഡന്റ് ആയപ്പോൾ 3 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും ആ ജില്ലയിൽ ഞാൻ അന്ന് KSU യൂത്ത് കോൺഗ്രസ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ദൈവമായിട്ട് അടുത്ത പരിചയം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ദീർഘകാല പരിചയവും അടുപ്പവും ബന്ധവുമുള്ള ഒരു ജനപ്രതിനിധി നിലയിൽ തീർച്ചയായും ശ്രീ തെന്നല ബാലകൃഷ്ണ സാറിന്റെ നിര്യാണം അക്ഷരാർത്ഥത്തിൽ വലിയൊരു നഷ്ടമാണ്. വ്യക്തിപരമായും അല്ലാതെ വലിയ നഷ്ടമാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ സത്യസന്ധനും നീതിമാനുമായ നേതാവായിരുന്നു. നിഷ്പക്ഷമായ ഈ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആർക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാനോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാനോ അദ്ദേഹത്തിന്റെ നിലപാടുകളെ മാറ്റുവാനോ കഴിയാത്ത രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ഭൂമി പോലും, സ്വന്തം വസ്തു പോലും വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ, പാർട്ടിയുടെ കടബാധ്യതകൾ തീർത്ത നേതാവാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചപ്പോഴും അതോടൊപ്പം രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചപ്പോഴും KPC പ്രസിഡന്റായി, KPC ജനറൽ സെക്രട്ടറിയായി, DC പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോഴും വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഗ്രൂപ്പുകൾ കൊടികുത്തി വാണിരുന്ന കേരളത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ തീവ്രവാദിയായി പ്രവർത്തിക്കാതെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാവരിലും സ്വീകാര്യനായി എത്തിച്ചേരുന്ന വ്യക്തിത്വമായ അദ്ദേഹം പാർട്ടിയുടെ നിരവധി അന്വേഷണ കമ്മിറ്റികൾ, തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള നിരവധി അന്വേഷണ കമ്മിറ്റികളിലും സമിതികളിലും അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയാണ്. ഏത് അന്വേഷണം വന്നാലും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർട്ടിയെ അഭയം പ്രാപിക്കുന്നത്, ആശ്രയിക്കുന്നത് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. അങ്ങനെ കരുണാകരനുമായും ശ്രീ ആന്റണിയുമായും വലിയ അടുത്ത ബന്ധമാണ് ഉണ്ടായത്. അവർ തമ്മിൽ വലിയ ചേരിപ്പോരുകൾ പാർട്ടിക്കകത്ത് ഉണ്ടായപ്പോഴും അദ്ദേഹം കരുണാകരൻ പക്ഷത്തോ അല്ലെങ്കിൽ ആന്റണി പക്ഷത്തോ എന്ന് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ, എന്നാൽ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ശ്രീ തെന്നല ബാലകൃഷ്ണ സാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൗമ്യ മുഖമായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ അദ്ദേഹം രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചു. രാജ്യസഭയിൽ മികച്ച സംഭാവന ചെയ്തു. വികസന രംഗത്ത് രാജ്യസഭാ അംഗമായിരിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഫണ്ട് മുഴുവൻ പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നൽകി അവർക്ക് ആശ്വാസമേകുന്ന നടപടികളാണ് സ്വീകരിച്ചത്. അങ്ങനെ തെന്നല ബാലകൃഷ്ണപിള്ള സാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സൂര്യ തേജസ്സാണ് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹം സംഘം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കുന്നത്തൂരിന്റെ ശൂരനാട് ഉൾപ്പെടെയുള്ള കുന്നത്തൂർ നിയോജകമണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടമായ കൊല്ലം ജില്ലയിലും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു.